പോടാ പുല്ലേ. ഒന്ന് എണ്ണീക്കാൻ. പറഞ്ഞില്ല. ബാലേഷ ഒന്ന് എണ്ണീറ്റ് വാടോ. ഇതെന്താ നമ്പ്യാർ സാർ രാത്രിയിൽ ഇവിടെ? ഇലക്ഷൻ പണിക്കായിരിക്കും ഇല്ലേ നമ്പ്യാർ സാറേ? ഇത്തവണ ഞങ്ങളില്ല, നിർത്തി. പിണങ്ങാതെടോ. ഇല്ല സാർ, ഇനി എന്ത് വന്നാലും ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ലെന്ന് പറഞ്ഞല്ലോ സാറേ. സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനാണെങ്കിലോ? നിയോജക മണ്ഡലത്തിൽ ഇന്നലെ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പ്രഖ്യാപിക്കുന്നു. കൊടിയൂർ നാരായണനെ 2324 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ജനാധിപത്യ സ്വതന്ത്രൻ ശ്രീ KG ഗോപാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അല്ല, ഇതാരും നമ്പ്യാര് സാറോ? അതാണാവോ CM-നോട് പറയാനുണ്ടോ? ഐ മീൻ റെക്കമെൻഡേഷൻ.
പിന്നെ മൗനം തന്നെ വിദ്വാനുഭൂഷണം. ആ വാടോ വാ ഇരിക്കേ. ആ പറയടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ്. ഇന്റലിജൻസിലെ ചാരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ? അപ്പോ അങ്ങ് ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ആഭ്യന്തരവ് പൊഴിയുന്നെന്നോ? ഞാനോ? താനെന്താടോ പിച്ചുമേയും പറയുന്നത്? ഗോവിന്ദമേനോൻ, പിച്ചും പേയും പറയുന്നവനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പ്യാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതറിയണം. അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത്. തനിക്ക് എന്ത് സംഭവിച്ചിടൂ? സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ. ചിരിക്കരുത്. ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല, കുഞ്ഞിക്കണ്ണനാണ്. ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാവാതിരുന്നത്. നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത്. താൻ എന്തോന്നാണോ ഈ പ്രസംഗിക്കുന്നത്? താനിപ്പോ എന്തോ ഒലത്തുവെന്നായി പറയുന്നേ? പറയാം. ഗോപാലകൃഷ്ണൻ, അവനാണ് എന്റെ തുറുപ്പുചീട്ട്. തന്റെ ഗുരു എന്തൊക്കെയായി എഴുന്നള്ളിക്കുന്നേ? കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ. ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ MLA ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെ ഇപ്പൊ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ ഇടം കൈ ഉയർത്തിയാൽ അപ്പം നിലം പൊത്തും നിങ്ങളുടെ ഈ ഭരണം. അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം. അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ. ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല. അവനെ ഞാനെടുത്ത് അമ്മാനമാടും. രാഷ്ട്രീയത്തിൽ എന്റെ കുട്ടിയാണവൻ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു. സ്വന്തം മന്ത്രിസഭയുടെ ആയുസ്സും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. താൻ എന്ത് വിട്ടുത്തരമാണ് നമ്പ്യാരെ ഈ പറയുന്നത്? ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഒരുവനെ പിടിച്ച് മന്ത്രിയാക്കാന്ന് വെച്ചാൽ? ഇന്നലെ വരെ ഒന്നുമല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മയല്ല സാർ, അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ? ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റു മന്ത്രിമാർക്ക് എതിർപ്പില്ല. ഘടകകക്ഷികൾക്ക് പരാതിയില്ല. അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോകുന്നത് അവർക്കല്ലല്ലോ, അങ്ങേക്കല്ലേ. അതവര് പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ്. പണ്ടേ തന്നെ അത്തരം ആഗ്രഹങ്ങളും ഒക്കെ അവർ കുഴിച്ചു മൂടിയതുമാണ്. എടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇല്ല, നടക്കും. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ. ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ. അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നതുവരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തനുമില്ല. ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണന് ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും. പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി രാജ്ഭവനിലൊരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട്, ഗവർണർ നാരായണയ്യ. രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ. ഫോണിനരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ. വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. തീരുമാനം ബുദ്ധിപരമായിരിക്കും. I know you bloody well.